എല്ലാവർക്കും കേട്ട നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കാണുന്നത് മത്ര ഫോർട്ടാണ്. ഒരു 15 മില്യൺ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് AD 1500 ഒമാൻ നിർമ്മിച്ചൊരു ഫോർട്ടാണ്. പിന്നീട് 16-ാം നൂറ്റാണ്ടുകളിൽ പോർച്ചുഗീസുകാർ കടന്നു വരികയും അവരിതിന് കുറച്ചുകൂടെ അഡ്വാൻസായിട്ട് റീബിൽഡ് ചെയ്യുകയും ചെയ്ത ഒരു സ്ട്രക്ചറാണ്. കുറച്ച് കാര്യങ്ങൾ അവർ ആഡ് ചെയ്തു. കാര്യം വളരെ എന്താ പറയുക, മിലിറ്ററി പരമായിട്ട് ഭയങ്കര തന്ത്രപരമായിട്ട് വളരെ പ്രധാനമുള്ളൊരു ഏരിയയാണ്. കാരണം അടുത്ത് മത്ര പോർട്ട് വളരെ അടുത്താണ്. ഇതിൻ്റെ വളരെ ഉയരമുള്ള ഒരു സ്ഥലത്താണ് ഈ നിർമ്മിതി പണിതെടുത്തിരിക്കുന്നത്. അത് ഒമാൻ്റെ ഒരു തനതായ ശൈലിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒന്നാണ്. പൂർണ്ണമായിട്ടും ഈ ഇവിടെ നിന്ന് തന്നെ കിട്ടുന്ന ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് കല്ലും അവരുടെ ഒമാൻ പ്ലാസ്റ്ററിങ്ങൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നൊരു ഫോർട്ടാണത്. കാര്യം ഇത് നമ്മുടെ തറയിൽ നിന്നും വളരെ ഉയരെ മലയുടെ മുകളിലാണ് ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 100ഓളം പടിക്കെട്ടുകൾ കയറി വേണം നമുക്ക് ഇതിന് മേലെ എത്താനായിട്ട്. അവിടെ പല പല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കി. കാര്യം ഇതിൻ്റെ മേളിൽ നിന്നുകൊണ്ട് നമുക്ക് സിറ്റിയും കടലിൽ നിന്ന് വരുന്ന ഒരു ത്രെട്ട് അറ്റാക്കിനെയും കരയിൽ നിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വീക്ഷിക്കാൻ പറ്റും. അങ്ങനെ ഓപ്പോസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചൊരു കോട്ടയാണത് മത്ര ഫോർട്ട് എന്ന് പറയുന്നത്. മത്ര എല്ലാ കാലത്തും ഒമാൻ്റെ ഒരു സെൻറ്റർ ഓഫ് കൊമേഴ്സ് തന്നെയായിരുന്നു. കാര്യം മുമ്പ് കാലത്ത് വ്യാപാരം, കപ്പൽ വ്യാപാരം, അതായത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, അങ്ങനെ പല സ്ഥലത്തു നിന്നും വ്യാപാരം ഒക്കെ നടത്തിപ്പോന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഇടനിലയായിട്ട് നിന്നൊരു സ്ഥലവും കൂടിയാണ്. ഇവിടെ നമ്മൾ ഒമാനിൽ വന്നാൽ മസ്കറ്റിൽ ഈ മത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കാണേണ്ട ഒരു നിർമ്മിതി തന്നെയാണ്. വളരെ ഭംഗിയായിട്ട് അവരിതിനെ സൂക്ഷിച്ചിരിക്കുകയാണ്. നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഴമ ഒട്ടും ചോർന്നു പോകാതെ തന്നെ ഇപ്പോഴും അവർ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. മസ്കറ്റിൽ അവരുടെ എന്താ പറയുക, പഴമയെ വിളിച്ചോടുന്ന ഒരു കാഴ്ച തന്നെയാണ്. നല്ല രീതിയിൽ അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വൈകുന്നേരമൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് റിലാക്സ് ചെയ്യാനായിട്ടോ ക്യാരംസൊക്കെ കളിക്കാനായിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് കാണാം. ഞാനും അവിടെ ഇരുന്ന് തട്ടി നോക്കിയിട്ടുണ്ട്. നല്ല പ്ലേസാണ്. അവർക്ക് നടന്നു വരുമ്പോൾ ക്ഷീണമൊക്കെ തോന്നുന്നവർക്ക് ഇരിക്കാനായിട്ട് കുറച്ച് ഇരിപ്പിടങ്ങളും സ്റ്റൂളുകളും ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി തന്നെയാണ്. ഒരു അറബ് പോർച്ചുഗീസ് ശൈലിയിൽ തീർത്തിരിക്കുന്ന ഒരു നിർമ്മിതിയാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മത്ര പോർട്ട് കാണാം. അവിടെ നമുക്കവിടെ സുൽത്താൻ്റെ ഷിപ്പ് കിടക്കുന്നതും കാണാം. അവിടെ ഈ കിടക്കുന്നത് നമ്മുടെ സുൽത്താൻ്റെ 2 ഷിപ്പുകളാണ്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു തോക്കാണ്. പഴയ പീരങ്കി പോലത്തൊരു മെഷീൻ ഗണ്ണ് പോലത്തൊരു സാധനമാണത്. ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇതിൻ്റെ മേളിൽ. ശരിക്കും പറഞ്ഞതിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റിയുടെ പോർഷനും കടലും എല്ലാം ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാര്യം ഒരു
ഒരു ഈ മദ്രാസ് സിറ്റിയെ അതിനൊരു എന്താ പറയുക, ഒരു ഒരു നെക്ലസ് അണിയിച്ച പോലെ ആ കടലിങ്ങനെ ചുറ്റി കിടക്കുന്നു. അതിന് ചുറ്റുമായിട്ട് മലനിരകൾ, കണ്ണിന് കൂർമേകുന്നൊരു കാഴ്ച തന്നെയാണ്. നീലക്കടലും അതിനകത്ത് കപ്പലുകൾ